നമ്മളേക്കാൾ വലുതാകുന്നത് കാണുമ്പോൾ, നമ്മുടേക്കാൾ കഴിവുണ്ടെന്ന് കാണുമ്പോൾ, ഒരാൾ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ, പലപ്പോഴും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് എങ്ങനെ അവനെ നശിപ്പിക്കാം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഇല്ലാത്തത് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരാളുടെയും കണ്ണുനീര് ഞാൻ കാരണം വീഴാതിരിക്കട്ടെ. അങ്ങനെ ശുദ്ധമായ കരങ്ങളോടും ശുദ്ധമായ മനസ്സോടും കൂടി, മനസ്സാക്ഷിയോടും കൂടി എനിക്ക് ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റും. നമ്മൾ കാരണം ഒരാൾ കരയരുത്. നമ്മൾ ചിന്തിച്ചേക്കണം. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക് നല്ലത് വരട്ടെ, നന്മ വരുത്താൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടെന്നറിയോ? അമ്മായിമ്മയാകാം, മരുമക്കളാകാം, മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം. പലപ്പോഴും അവരെയൊക്കെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഈ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ കയറിയാണ്ടല്ല ആ കുടുംബം നശിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, നശിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയും നശിക്കുന്നു, നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയെ നശിപ്പിക്കുന്നു. രണ്ടുപേരുടെയും ജീവിതമാണ് ഇല്ലാതായി പോകുന്നത്. എന്തോരം കഥകളാണ്, എന്തോരം ജീവിത അനുഭവങ്ങളാണ് നമ്മൾ പേപ്പറിൽ ഓരോ ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാലക്കുള്ളിൽ നമ്മൾ അറിഞ്ഞല്ലോ, അമ്മായിമ്മയോടുള്ള ദേഷ്യത്തെ പ്രതി അമ്മായിമ്മയുടെ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ച് മരുമകള് അമ്മായിമ്മയുടെ ദേഷ്യം മാറ്റിയത് എങ്ങനെയാണ്? ഇതുപോലെ എന്തോരം നമ്മുടെ കുടുംബങ്ങൾ നടക്കണമെന്നറിയാമോ? ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പിണക്കങ്ങളാണ്. ഈ പിണക്കങ്ങൾ പതുക്കെ പതുക്കെ വലുതാക്കി ഇങ്ങനെ വിഷം ചീറ്റുന്ന പാമ്പുകളായിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്, വിഷവുമായിട്ട്. ഇനി അതില്ലാണ്ടാകുമ്പോൾ അവസാനം എന്തെങ്കിലും അപകടം വന്നു കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചതാ കിട്ടണം, കാത്തിരിക്കായിരുന്നു, ഉള്ളിലിങ്ങനെ നിറച്ച് വിഷമായിട്ട് നിൽക്കാണ്. അതൊരു പറയുന്നേ പുണ്യവതിയും പുണ്യവാനായിട്ടും ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായില്ല. ഇങ്ങനെയാ നമ്മൾ നടക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തികളായിട്ട് മാറില്ല. ആരെയും നശിപ്പിക്കുന്ന, അവിടെ നാശം കാണാൻ വേണ്ടി, നാശം കാണുമ്പോൾ ചിരിക്കുന്ന വ്യക്തിയായിട്ട് മാറാതിരിക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ നശിപ്പിക്കാതിരിക്കുക, ഒരാളെയും കരയിപ്പിക്കാതിരിക്കുക. പ്രാർത്ഥിക്കുക.